പാണ്ഡവർ വനത്തിൽ താമസിക്കുന്ന കാലത്ത് ഒരിക്കൽ ദുര്യോധനന് ഒരാഗ്രഹം. തൻ്റെ പ്രതാപ ഐശ്വര്യങ്ങളെല്ലാം പാണ്ഡവരെ വനത്തിൽ പോയി ഒന്ന് കാണിച്ച് അവരുടെ കഷ്ടപ്പാടും ദുരിതമൊക്കെ ഉള്ള ജീവിതമൊക്കെ കണ്ട് തനിക്കൊന്ന് ആസ്വദിക്കുകയും ചെയ്യാം. എന്നാൽ തൻ്റെ പ്രൗഢിയെല്ലാം കണ്ട് അസൂയ മൂത്ത് പാണ്ഡവരെ എരിഞ്ഞെരിഞ്ഞു ദഹിക്കണം. അങ്ങനെ പാണ്ഡവർ താമസിക്കുന്ന ദ്വൈതവനത്തിൽ കൗരവർക്ക് ധാരാളം പശുത്തൊഴുത്തുകളൊക്കെ ഉണ്ട്. അപ്പോൾ പശുക്കളെ സന്ദർശിക്കാൻ എന്ന വ്യാജേന ധൃതരാഷ്ട്രന്റെ അനുവാദമൊക്കെ വാങ്ങി ദുര്യോധനാദികൾ പുറപ്പെട്ടു. ആനയും അമ്പാരിയും കുതിരയും ധാരാളം സുന്ദരിമാർ ഉൾപ്പെടുന്ന അകമ്പടിക്കാരുമൊക്കെ ആയിട്ട് ഘോഷയാത്ര ദ്വൈതവനത്തിലേക്ക് പുറപ്പെട്ടു. അങ്ങനെ പശുത്തൊഴുത്തുകളൊക്കെ സന്ദർശിച്ചു എന്നൊക്കെ വരുത്തി ഘോഷയാത്രാ സംഘം ദ്വൈതവനത്തിൽ ഒരു കുളത്തിൽ നീരാട്ടിനിറങ്ങി. ആ സമയത്ത് അവിടെ എത്തിയ ചിത്രസേനനും മറ്റു ഗന്ധർവന്മാരും ഘോഷയാത്രാ സംഘവുമായിട്ട് തർക്കം മൂത്ത് യുദ്ധം ആരംഭിച്ചു. അപ്പൊ ഈ മായായുദ്ധത്തിൽ മിടുക്കനായ ചിത്രസേനോട് അവർക്കാർക്കും ഏറ്റുമുട്ടാൻ സാധിക്കുമായിരുന്നില്ല. അങ്ങനെ ഈ ദുര്യോധനന്റെ കൂടെ ഉണ്ടായിരുന്ന പ്രമുഖരായ എല്ലാവരും തോറ്റ് പിന്തിരിഞ്ഞോടി. ദുര്യോധനെയും ശേഷിച്ച കുറെ ആൾക്കാരും കൂടെ ഉണ്ടായിരുന്നു. അവരെയൊക്കെ ചിത്രസേനൻ പിടിച്ചുകെട്ടി. അങ്ങനെ തോറ്റോടിയ ഈ ദുശാസനൻ ഒക്കെ അടങ്ങുന്ന ആൾക്കാരെല്ലാവരും കൂടെ തൊട്ടടുത്ത് താമസിക്കുന്ന പാണ്ഡവരെ ചെന്ന് കണ്ടിട്ട് സങ്കടം പറഞ്ഞു. ഈ സംഭവം ഭീമനെ നന്നേ രസിപ്പിച്ചു. അപ്പോൾ എന്ത് വില കൊടുത്തും കൗരവരെ രക്ഷിക്കണമെന്ന് യുധിഷ്ഠിരൻ പറഞ്ഞു. ജ്യേഷ്ഠന്റെ വാക്കുകളെ മാനിച്ച് 4 സഹോദരന്മാരും ഉടൻ തന്നെ ആയുധധാരികളായിട്ട് ചിത്രസേനന്റെ അടുത്തെത്തി. അപ്പൊ തന്റെ മായാവിദ്യകളൊന്നും അർജുനനോട് ഫലിക്കുകയില്ലെന്ന് വ്യക്തമായിട്ട് അറിയാം ചിത്രസേനന്. അതുകൊണ്ട് തന്നെ ചിത്രസേനൻ പാണ്ഡവരുമായിട്ട് രമ്യതയിലെത്തിയിട്ട് ബന്ധനസ്ഥരായ കൗരവരെ യുധിഷ്ഠിരന്റെ മുമ്പിൽ വെച്ച് മോചിപ്പിച്ചു. തന്റെ പ്രൗഢി പാണ്ഡവർക്ക് കാണിച്ചു കൊടുക്കാമെന്ന് കരുതി ഘോഷയാത്രയ്ക്ക് ഒരുങ്ങിയ ദുര്യോധനൻ ഇത്തരത്തിലൊരു അക്കടി സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല. നാണിച്ച് തല താഴ്ത്തി നിൽക്കുന്ന ദുര്യോധനനെ സമാധാനിപ്പിച്ചുകൊണ്ടും ഇത്തരം അവിവേകങ്ങളിൽ മേലാൽ ഏർപ്പെടരുതെന്ന് ഉപദേശിച്ചുകൊണ്ടും യുധിഷ്ഠിരൻ അവരെ യാത്രയാക്കി.